കരുണാമൂർത്തിയായ ശിവഭഗവാന്റെ കൃപ കിട്ടുവാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ചോദ്യം പലർക്കുമുണ്ടാകും. പക്ഷേ നമ്മൾക്ക് ഒരു സത്യം മനസ്സിലാക്കേണ്ടതുണ്ട് കൂട്ടുകാരെ. ശിവഭഗവാനെ സന്തോഷിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഭഗവാൻ എപ്പോഴും സന്തുഷ്ടനാണ്. ഭഗവാൻ മൗനമാണ്. ഭഗവാൻ സമാധാനമാണ്. ഭഗവാൻ നമ്മളിലുള്ള ബോധമാണ്. ഭഗവാന്റെ കൃപ കിട്ടണം എന്നുള്ളത് അല്ല, അത് നമ്മൾ തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഭഗവാന്റെ കൃപ എന്ന് പറയുമ്പോൾ അത് പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല. അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം. അത് നമ്മുടെ ഉള്ളിൽ ഉണരുന്നതാണ്. നമ്മൾ ആന്തരികമായി അല്പം ശാന്തമാകുമ്പോൾ, മനസ്സ് കുറച്ച് നിശബ്ദമാകുമ്പോൾ അവിടെ നിന്നാണ് ഭഗവാന്റെ കൃപ അനുഭവപ്പെടുന്നത്. ആ ധ്യാനാവസ്ഥയിൽ നമ്മുടെ ആത്മാവിനെ നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിലൂടെ ഒരാൾ അനുഭവിക്കുന്ന ആ ഒരു സമാധാനവും ആ ഒരു സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പലർക്കും തോന്നും, ഞാൻ ഇത്രയും പാപം ചെയ്തിട്ടുണ്ട്, എനിക്ക് കൃപ കിട്ടുമോ? ഞാൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഭഗവാൻ എന്നോട് ക്ഷമിക്കുമോ? പക്ഷേ ഭഗവാൻ അങ്ങനെ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഭഗവാൻ ആരെയും ശിക്ഷിക്കാറില്ല. ഭഗവാൻ ആരെയും വിലയിരുത്തുന്നുമില്ല. ഭഗവാൻ കാണുന്നത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതാണ് നമ്മളെല്ലാവരും അറിയേണ്ടത്. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ദൈനംദിന ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആ തെറ്റിനെ പറ്റിയുള്ള നമ്മുടെ ചിന്തകളാണ് നമ്മൾക്ക് ശിക്ഷയായിട്ട് വരുന്നത്. ശിവഭഗവാന്റെ കൃപ ലഭിക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ: സത്യസന്ധമായൊരു സറണ്ടർ. നമ്മൾ പറഞ്ഞാൽ മതി, ഭഗവാനെ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല, എന്നിൽ നിന്നും അറിയാതെ സംഭവിച്ചു പോയി, ഞാൻ എല്ലാം നിനക്ക് വിടുകയാണ്. ഇതിൽ തെറ്റ് ശരി ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് നീ എനിക്കൊരു ശരിയായ പാതയെ കാട്ടിത്തരിക. ഇത് ശരിക്കും ഒരു പ്രാർത്ഥനയല്ല, ഇത് നമ്മുടെ ഒരു സമർപ്പണമാണ്. പലരും ഭഗവാന്റെ അമ്പലങ്ങളിലൊക്കെ പോയി ഭഗവാന് ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങിക്കൊടുക്കുന്നു. ഭഗവാന്റെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീരുവാൻ വേണ്ടി ഭഗവാനെ തൃപ്തനാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നമ്മളൊന്നും അറിയേണ്ടത്, നമ്മൾ മാനസികമായി ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന പല വിഷയങ്ങളുടെ പ്രതിഫലനങ്ങളാണ്, അല്ലെങ്കിൽ പ്രതിഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഒരു വിഷയം ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു കുറ്റബോധം ഉണ്ടെങ്കിൽ നമ്മൾക്കവിടെ ഒരു പ്രായശ്ചിത്തം പറയാൻ പറ്റും. പക്ഷേ നമ്മളുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റ് വന്നിട്ടും ആ തെറ്റിനെ മാനസികമായി അംഗീകരിക്കാതെ അത് മറ്റൊരാളുടെ മുന്നിൽ ആർഗ്യുമെൻറ്റിന് പോയി തൻ്റെ ഭാഗത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ നിങ്ങൾക്കത് കർമ്മമായി അല്ലെങ്കിൽ പാപമായിട്ട് വരുന്നത്. സ്വയം തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് മറ്റൊരാളുടെ മുന്നിൽ ജയിച്ചു കാണിക്കാൻ അല്ലെങ്കിൽ ജയിക്കാൻ നമ്മൾ ചെയ്യുന്ന മാനസികമാണെങ്കിൽ പോലും ആ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മുടെ എതിരിൽ നിൽക്കുന്ന ആ വ്യക്തിക്ക് മുന്നിൽ നമ്മൾ ജയിച്ചു എന്ന്. പക്ഷേ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ചിന്തകൾ അത് അറിയുന്നവനാണ് ഭഗവാൻ. അതിലൂടെ നമ്മളുടെ വരും ദിവസങ്ങളിലുള്ള വിഷയങ്ങളെ നമ്മൾ വിലയിരുത്തുകയാണ്.
അതിന് ഭഗവാന്റെ ശിക്ഷയല്ലത്. നമ്മളവിടെ ഭഗവാന് മുന്നിൽ സറണ്ടർ ആകുന്നില്ല. ഒരു സമർപ്പണ മനോഭാവം വന്നു കഴിയുമ്പോൾ കൃപ സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് ഒഴുകിയെത്തും. നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതം തന്നെ നമ്മൾക്കായി പ്രവർത്തിക്കാൻ തുടങ്ങും. അതായത് നമ്മളുടെ മനസ്സിലെ ചിന്തകളാണ് നമ്മളുടെ ജയവും പരാജയവുമാകുന്നത്, സന്തോഷവും ദുഃഖവുമായി മാറുന്നത്. പലർക്കും തോന്നും ഭഗവാന്റെ കൃപ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എല്ലാം എന്നിൽ നിന്നും പൂർണ്ണമായിട്ട് മാറുമെന്ന്. അതിനാണ് നാട് വിട്ടുപോലും ജനങ്ങൾ ഭഗവാനെ തേടി പോകുന്നത്. ആ പോകുന്ന പോക്കിലും അവർ ഓരോരുത്തരുടെ മനസ്സിലും ഉള്ള ചിന്തകൾ ആരോടെങ്കിലുമൊക്കെയുള്ള പ്രതികാര മനോഭാവങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു വെറുപ്പും വിദ്വേഷവുമുള്ള ഒരു മനസ്സായിരിക്കും. ഈ മനസ്സോടുകൂടിയാണ് ഭഗവാന്റെ മുന്നിലേക്ക് പോകുന്നത്. അവർക്ക് മാനസികമായി ഒരു അടിയറവില്ല, ക്ഷമിക്കാനുള്ള ഒരു മനസ്സില്ല, മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള ഒരു കരുണാഭാവമില്ല. പക്ഷേ ദൈവം എന്ന് കേൾക്കുമ്പോൾ ദൈവം എനിക്ക് എന്തൊക്കെയോ തരുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കി തൻ്റെ ദുഷ്ടതകളെയും തൻ്റെ പ്രവൃത്തികളെയും എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഭഗവാനെല്ലാം ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ഒരു ലിസ്റ്റുണ്ട്. ഓരോ ദൈവങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഓരോ വിഷയങ്ങൾ. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് അതെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ അവർ സംരക്ഷിക്കും, തനിക്കൊരു രക്ഷ കിട്ടും. ഇത് തന്നെയാണ് ഓരോ ജ്യോതിഷക്കാരും ഒരു പ്രശ്ന പരിഹാരത്തിന് ചെല്ലുന്നവരോട് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ ആ അമ്പലത്തിൽ പോ, നിങ്ങൾ ഇവിടെ പോ, അവിടെ പോ. പക്ഷെ അവർ ആ സത്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. നീ നിൻ്റെ ആത്മാവിനെ മനസ്സിലാക്കുക, നീ നിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുക, അതിനെന്താണ് വേണ്ടത് അത് മനസ്സിലാക്കുക. അതിനുവേണ്ടി നീ കുറച്ചു നേരം നിൻ്റെ കാട് കയറുന്ന ചിന്തകളെ നിയന്ത്രിച്ച് നിൻ്റെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ദിവസവും ഒരു 10 നിമിഷം അതിന് ചിലവഴിക്കുക. അതാരും പറഞ്ഞു കൊടുക്കില്ല. അത് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ എല്ലാവരും രക്ഷപ്പെടും. പിന്നെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ എങ്ങോട്ടും പോവില്ല. അവരുടെ സമാധാനം തേടി എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല അവർക്ക്. നമ്മൾ ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾക്ക് ആ കൃപ കിട്ടുമോ? കിട്ടണമെങ്കിൽ നമ്മൾ ഭഗവാന് മുന്നിൽ സറണ്ടർ ആവണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ കൃപ കിട്ടുവാൻ വേണ്ടി, അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രശ്നങ്ങളും എല്ലാം ഇല്ലാതാകുമെന്ന് ആരും വിചാരിക്കരുത്. പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകും. പക്ഷേ നമ്മൾ അവയൊന്നും ഭയപ്പെടില്ല. ഒരു സറണ്ടർ നമ്മളെല്ലാം അവിടെ സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾക്കൊരു ഭയമില്ല. അതാണ് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിൻ്റെ യഥാർത്ഥ ലക്ഷണമെന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതം മാറുന്നില്ല, ജീവിതത്തിൻ്റെ അവസ്ഥകളും ജീവിതത്തിലെ സന്ദർഭങ്ങളും മാറുന്നില്ല. പക്ഷേ നമ്മൾ മാറും. അതിനെല്ലാം നോക്കിക്കാണുന്ന നമ്മുടെ ജീവിതത്തെ നമ്മൾ സമീപിക്കുന്ന ആ ഒരു സമീപന മനോഭാവം മാറും. നമ്മൾക്ക് മനസ്സിലാകും, ശിവഭഗവാൻ എന്നെ കാത്തു നിൽക്കുകയാണ്, എല്ലായിടത്തും അവൻ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലായിടത്തും ഞാൻ സുരക്ഷിതനുമാണ് എന്നൊരു ചിന്ത വരും. അതാണ് ഭഗവാന്റെ കൃപ എന്ന് പറയുന്നത്. അത് വാക്കുകളിലൂടെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു നിമിഷം ശാന്തമായി ഇരിക്കുക, ശ്വാസത്തെ ശ്രദ്ധിക്കുക. ആ ശ്വാസത്തിനുള്ളിൽ തന്നെ ശിവഭഗവാനുണ്ട്. നമ്മൾ അതിൽ ലയിക്കുമ്പോൾ ആ കൃപ നമ്മൾ അനുഭവിക്കും. അപ്പോഴാണ് പലർക്കും കണ്ണുനീര് വരുന്നത്. അപ്പോൾ നമ്മൾ അറിയും, ശിവഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചു എന്നല്ല, ഞാൻ തന്നെയാണ് ശിവഭഗവാന്റെ ഭാഗം, ഞാൻ തന്നെയാണ് ശിവഭഗവാന്റെ അംശം എന്ന് നമ്മൾക്ക് തന്നെ ഒരു ബോധമുണ്ടാകും. അതാണ് ശിവഭഗവാന്റെ കൃപയുടെ യഥാർത്ഥ അർത്ഥം. അത് പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നല്ല, നമ്മിൽ തന്നെ
നമ്മൾ ഉണർത്തേണ്ട, അല്ലെങ്കിൽ നമ്മിൽ തന്നെ നമ്മൾ ഉണരുന്ന ഒന്നാണത്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും മനസ്സിലാക്കുക, ശിവഭഗവാന്റെ കൃപ കിട്ടണമെങ്കിൽ നമ്മൾ അകലെയുള്ള ദൈവങ്ങളെ ഒന്നും തേടി പോകേണ്ട ആവശ്യമില്ല. അവിടെയാണ് ശിവഭഗവാൻ. ഇവിടുത്തെ ശിവഭഗവാനെ കണ്ടാൽ നല്ലതാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ ആകാശത്തോ അല്ലെങ്കിൽ വേറെ എവിടെയോ അല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ശിവഭഗവാനെ നമ്മൾ ഉണരേണ്ടത്. നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ, നമ്മൾ സത്യസന്ധരാകുമ്പോൾ, നമ്മൾ സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ, നമ്മളിൽ ഒരു കരുണാഭാവം വളരുമ്പോൾ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ദിവസം നമ്മൾ നിശബ്ദമായി ഇരിക്കുമ്പോൾ അകത്ത് ഒരു സമാധാനം തോന്നും. അതുതന്നെയാണ് ശിവഭഗവാന്റെ സ്പർശനം. വാക്കുകൾ ആവശ്യമില്ല, അതിന് ചിന്തകളും ആവശ്യമില്ല. ആ മൗനം തന്നെയാണ് ഭഗവാന്റെ കൃപ. ഏതൊരു പ്രശ്നത്തിൻ്റെ മുന്നിൽ നമ്മൾ അതിനെ സമാധാനപരമായി നമ്മൾ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭങ്ങൾ നമ്മളെ പ്രകോപിപ്പിക്കുന്നില്ല എങ്കിൽ മനസ്സിലാക്കണം, നമ്മളിൽ ഭഗവാൻ ഉണർന്നു കഴിഞ്ഞു എന്ന്. അതുതന്നെയാണ് സത്യം. ശിവഭഗവാന്റെ കൃപ നമ്മൾക്കായി കാത്തിരിക്കുന്നു. അങ്ങനെ ആരും വിചാരിക്കരുത്. അത് ഭഗവാൻ, ആ ഒരു കൃപ എപ്പോഴും നമ്മൾ തന്നെയുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ആ തിരിച്ചറിവ് വരുന്ന നിമിഷം മുതൽ ജീവിതം തന്നെ നമ്മൾക്ക് ഒരു ദർശനമാകുകയാണ്. ഓരോ ശ്വാസവും ഓം നമഃശിവായ എന്ന ഒരു മന്ത്രജപമായിട്ട് മാറും. അതാണ് ശിവഭഗവാന്റെ കൃപയുടെ യഥാർത്ഥ രൂപം. ശാന്തത, സ്നേഹം, സത്യമായ ബോധം, അതാണ് ശിവം. ശിവം നമുക്കുള്ളിൽ ഉണരണം. ആ ഉണർത്താൻ വേണ്ടിയാണ് ഓരോ മനുഷ്യനും പ്രയത്നം ചെയ്യേണ്ടത്. സമയങ്ങൾ അത്ര വിലപ്പെട്ടതാണ്. ആ സമയങ്ങളിൽ ഒരു 5 നിമിഷം ഇല്ലെങ്കിൽ ഒരു 10 നിമിഷം ഭഗവാനെ മനസ്സിലാക്കാൻ, നമ്മളിലുള്ള ശിവഭഗവാനെ ഉണരാൻ ഓരോ മനുഷ്യരും സമയം കണ്ടെത്തണം. അപ്പോൾ അവൻ്റെ ജീവിതം മാറും. ആ ജീവിതമല്ല മാറുന്നത്, നമ്മൾ ജീവിതത്തെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടാണ് മാറുന്നത്. അതാണ് മാറേണ്ടത്. അത് മാറും. എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.